വർഷമായി തകർന്നു കിടക്കുകയാണ് വിളവൂർക്കൽ ഗ്രാമപഞ്ചായത്തിലെ ഈഴക്കോട് റോഡ്. കൂനിന്മേൽ കുരുവായി ജൽജീവൻ പണികൾ കൂടി നടന്നതോടെ തീരെ റോഡ് ഉപയോഗിക്കാൻ കഴിയാത്ത അവസ്ഥയായി. ഈഴക്കോട് നിന്ന് ആരംഭിച്ച് മലയൻകീഴ് പഞ്ചായത്തിലെ ഇരട്ടക്കലങ്കിൽ അവസാനിക്കുന്ന 4 കിലോമീറ്ററോളം വരുന്ന റോഡാണ് ഈ അവസ്ഥയിൽ ഇങ്ങനെ പൊളിഞ്ഞു കിടക്കുന്നത്. പരാതിപ്പെട്ട് മടുത്തിരിക്കുന്നുവെന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. അവിടെ നിന്ന് തത്സമയം അഷിൻ ഡിയാഗോ ചേരുന്നുണ്ട്. അഷിൻ, നമ്മളൊരു അപകടം സംഭവിക്കുമ്പോൾ, ഇപ്പോൾ കഴിഞ്ഞ വർഷമൊക്കെ കൊച്ചിയിൽ ആ ഒരു യുവാവ് മരിച്ച സംഭവമൊക്കെ നടന്നപ്പോൾ ഈ റോഡിലെ കുഴിയെപ്പറ്റിയും ഈ പദ്ധതിയെപ്പറ്റിയും ഒരുപാട് വാർത്തകൾ വരുന്നു, വലിയ ചർച്ചകൾ നടക്കുന്നു. പക്ഷെ അത് അവിടെ തീരും. ഇനിയും നമുക്ക് മരണങ്ങൾ കാണണം, അല്ലെങ്കിൽ അപകടങ്ങൾ സംഭവിക്കണം, അപ്പോഴേ കണ്ണു തുറക്കുള്ളൂ എന്ന അവസ്ഥയാണ്. പക്ഷെ ഇത് അങ്ങനെ പറ്റില്ലല്ലോ. കാലങ്ങളോളം ഇങ്ങനെ റോഡുകൾ പൊളിഞ്ഞു കിടന്നാൽ അത് ആളുകൾക്ക് എത്രത്തോളം ബുദ്ധിമുട്ടാണ്. അഷിൻ, അവിടുത്തെ റോഡുകളുടെ അവസ്ഥ എന്താണ്? റോഷിനി, അത് തന്നെയാണ്. ഇതുവഴി കാൽനട യാത്രക്കാർക്ക് പോലും നടക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ് ഈ റോഡിന്റെ അവസ്ഥ. എനിക്ക് പിന്നിൽ തന്നെ കാണാൻ കഴിയും. ഈ റോഡൊക്കെ ടാറ് കണ്ടിട്ട് ഏതാണ്ട് വർഷങ്ങളാകുന്നു എന്നുള്ളതാണ്. ഏറ്റവും കൗതുകകരമായ മറ്റൊരു കാഴ്ച ഞാൻ കൂടി കാണിച്ചു തരാം. ഈ ഒരു ഫ്ലക്സ് ആണ്. 1 കോടി രൂപ ഈ റോഡ് അത് വീണ്ടും ടാറൊക്കെ ഇട്ട് മെയിൻറ്റെയിൻ ചെയ്ത് സെറ്റാക്കുന്നതിന് വേണ്ടി 1 കോടി രൂപ അനുവദിച്ചതാണ്. അതിന്റെ ഫ്ലക്സ് ആണ്. അഭിവാദ്യങ്ങൾ ഒക്കെ അർപ്പിച്ച് ഫ്ലക്സ് വെച്ചിട്ടുണ്ട്. അതിന്റെ ഡേറ്റ് നോക്കിയാൽ നമുക്കറിയാം 2024 ഓഗസ്റ്റ് 17 ഇതിന്റെ ഉദ്ഘാടനമൊക്കെ നടന്നത്. പക്ഷേ ആ 1 കോടി രൂപ പോലും അത് എങ്ങോട്ട് പോയി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. ഒരു 4 കിലോമീറ്റർ ദൈർഘ്യമുള്ള ഒരു റോഡാണിത്. KSRTC മിനി ബസ്സുകൾ വരെ ഒരു കാലത്ത് സർവീസ് നടത്തിയിരുന്ന റോഡാണിത്. ഈ റോഡിന്റെ ഇന്നത്തെ അവസ്ഥയാണിത്. നടക്കാൻ പോലും കഴിയില്ല. കാരണം മഴ പെയ്ത് കഴിഞ്ഞാൽ ഇതൊരു ഇറക്കം പോലെയാണ്. വണ്ടിയും കൊണ്ട് പുറത്തിറങ്ങാൻ കഴിയില്ല. ചെളിയാണ്. മാത്രമല്ല വെയിലാണെങ്കിൽ ഭയങ്കര പൊടിയുമാണ്. ഏതാണ്ട് 200ഓളം കുടുംബങ്ങളാണ് കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഈ ഒരു ദുരിതം അനുഭവിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് ചുറ്റും കാണാൻ കഴിയും. ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ തന്നെ അവരെല്ലാം തടിച്ചുകൂടിയിരിക്കുകയാണ്. കാരണം അവർ വർഷങ്ങളായി ഈ ഒരു ദുരിതം അനുഭവിച്ചു വരികയാണ്. റോഡിൽ ശ്രദ്ധിച്ച് നടന്നില്ലെങ്കിൽ എന്തായാലും ഇവിടെ റോഡിൽ വീഴും. വണ്ടി ഓടിക്കുന്ന കാര്യം പോട്ടെ, ആളുകൾക്ക് ഈ റോഡിലൂടെ നടക്കണമെന്നുണ്ടെങ്കിൽ അത്രത്തോളം ശ്രദ്ധിച്ച് നടന്നില്ലെങ്കിൽ അവിടെ ഇവിടെയായി വലിയ കുഴികളാണ് കിടക്കുന്നത്. ശ്രദ്ധിച്ച് നടന്നില്ലെങ്കിൽ ഏതെങ്കിലും ഒരു കുഴി വീഴും. ഉറപ്പായും ശരീരത്തിൽ ഏതെങ്കിലും ഒരു എല്ലൊടിയും എന്ന സാഹചര്യത്തിലാണ് ഇവിടെ ഉള്ളത്. നാട്ടുകാരൊക്കെ നമുക്കൊപ്പം തന്നെ ചേട്ടപ്പോൾ കുറേ നാളായി ഈ റോഡ് ഇങ്ങനെ കിടക്കാൻ തുടങ്ങിയിട്ട്. ഏതാണ്ട് 10 വർഷത്തോളമായി ഇത് ഇങ്ങനെ കിടക്കുന്നത്. ആദ്യമേ റോഡ് ഈ ഗതിയിലായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഈ ജലജീവൻ മിഷൻ്റെ പൈപ്പിൻ്റെ കുഴി അതുകൂടെ എടുത്തപ്പോൾ പിന്നെ വളരെ ബുദ്ധിമുട്ടിലോട്ടായി. കാരണം ഈ നാട്ടിൽ മനുഷ്യന്മാരാണ് ഇവിടെ ജീവിക്കുന്നത്. അവർ പൊടി തിന്ന് ജീവിക്കുകയാണ്. കാരണം അത്രത്തോളം ദൈനം ഒരു അത്യാവശ്യ ഘട്ടത്തിൽ ഒരു ഓട്ടോറിക്ഷ ഇവിടെ വിളിച്ചാൽ പോലും വരാത്ത അവസ്ഥയാണ് ഇവിടെ. ഈ റോഡ് നിങ്ങൾ തന്നെ നേരിട്ട് കാണുന്നതാണ്. ഈ റോഡിൻ്റെ അവസ്ഥ വളരെ ഗതികെട്ടൊരവസ്ഥയിലാണ് ഈ ജനങ്ങൾ ഇന്ന് ഈ പ്രതിഷേധിച്ചത്. വലിയ ബുദ്ധിമുട്ടാണ് ഇവിടെ. തീർച്ചയായും എൻ്റെ വൈഫ് തന്നെ ഈ റോഡിൽ പോയിട്ട് 2 വീലറിൽ പോയി വീണ് ഷോൾഡർ എല്ല് പൊട്ടി 1.25 ലക്ഷം രൂപ ഓപ്പറേഷൻ ചെയ്തു. 3 മാസമായിട്ട് ട്രീറ്റ്മെൻറ്റിലാണ്. ഇതുകൊണ്ട് പുറത്തിറങ്ങാൻ കഴിയാത്ത അവസ്ഥ ഒരു രക്ഷയില്ല. ഇനിയിപ്പോൾ മഴക്കാലം തുടങ്ങി കഴിഞ്ഞാൽ ഇതിനേക്കാളും ഗതികേടാവും. ഈ റോഡ് കാരണം ബുദ്ധിമുട്ടി എന്നാണ് പറയുന്നത്. അതായത് പരിക്കേറ്റു എന്ന് പോലും പറയുന്ന നാട്ടുകാരാണ് നിൽക്കുന്നത്. ആ നാട്ടുകാരോട് ചോദിക്കൂ, ഇവർ പരാതിപ്പെട്ടിട്ടുണ്ടോ? പരാതിക്ക് എന്തെങ്കിലും മറുപടി കിട്ടിയിട്ടുണ്ടോ എന്ന്. ഇപ്പൊ നിങ്ങൾ പലതവണ പരാതിപ്പെട്ടതല്ലേ, ഈ പരാതിപ്പെട്ടിട്ട് എന്തെങ്കിലും മറുപടി കിട്ടിയായിരുന്നു? പരാതിപ്പെട്ട് ഇപ്പോൾ 1 കോടി രൂപ അനുവദിച്ചെന്നും കോൺട്രാക്ട് കൊടുത്തെന്നും കുറച്ച് മെറ്റീരിയൽസ് ഇറക്കി കുറച്ച് പണികളൊക്കെ ഇവിടെ തുടങ്ങി സൈഡൊക്കെ കെട്ടി. പക്ഷേ ഇപ്പം പഴയ സ്ഥിതിയെക്കാട്ടി മോശമായി. ഞങ്ങൾക്ക് ഒരു ഊബർ പോലും ഇങ്ങോട്ട് വിളിച്ചാൽ വരില്ല. കുട്ടികൾക്ക് സ്കൂളിൽ പോകാൻ പറ്റത്തില്ല. ഒരു രോഗിയെ കൊണ്ട് ആസ്പത്രി പോകാൻ പറ്റാത്തൊരു അവസ്ഥയാണ്. വളരെ ഇവർ പരാതിപ്പെട്ടു മടുത്തു എന്നുള്ളതാണ്. ചേച്ചി, ഇവിടെ ഇപ്പോൾ കുട്ടികൾക്കൊക്കെ സ്കൂളിൽ പോകാനായിട്ട് സ്കൂൾ ബസ്സൊക്കെ വരുന്നുണ്ട് ഇങ്ങോട്ടേക്ക്? സ്കൂൾ ബസ് വരുന്നില്ല. എനിക്കൊരു 6 മാസമായ കൊച്ചുണ്ട്. അപ്പോൾ സ്കൂൾ ബസ് താഴെയാണ് വരുന്നത്. ഈ വെയിലും കൊണ്ട് ഞാൻ ആ കൊച്ചിനെയും കൊണ്ട് താഴെ പോയി വേണം എനിക്ക് മോനെ വിളിച്ചുകൊണ്ട് വരാൻ. ഒറ്റ സ്കൂൾ ബസ്സോ പ്രൈവറ്റ് വാനോ ഓട്ടോയോ ഒന്നും ഇതുവഴി ഇപ്പോൾ വരുന്നില്ല. അപ്പോൾ അവരെ നമുക്കൊന്നും പറയാൻ പറ്റില്ല. കാരണം ഈ റോഡ് ഇങ്ങനെ ആയതുകൊണ്ട് മാത്രമല്ല അവരുടെ വണ്ടിയുടെ ഒരു കാര്യങ്ങൾ കൂടി അവർക്ക് നോക്കേണ്ടതുണ്ട്. ഇത് തന്നെയാണ് റോഷിനി ഈ ഒരു പ്രധാനപ്പെട്ട കാര്യം. പ്രായമായ ആളുകൾ വരെ ഇവിടെ ഉണ്ട്. എന്തെങ്കിലും അത്യാവശ്യത്തിന് ആശുപത്രിയിലേക്ക് പോകണമെങ്കിൽ പോലും വണ്ടിയുമായി പുറത്തിറങ്ങാൻ കഴിയാത്ത അവസ്ഥയാണ്. പുറത്തു നിന്ന് വാഹനങ്ങൾ വിളിച്ചാൽ അകത്തേക്ക് വരാൻ കഴിയാത്ത ഒരു അവസ്ഥയുമാണ് നിലവിലുള്ളത്. ചേച്ചി, ബുദ്ധിമുട്ടല്ലേ ഇവിടെ ആകെ മൊത്തത്തിൽ? വലിയ ബുദ്ധിമുട്ടാണ്. ഒരു ഓട്ടോ പോലും വിളിച്ചാൽ ഇങ്ങോട്ട് വരില്ല. അവർക്ക് 40 രൂപ 50 രൂപ ഓട്ടം വന്നു കഴിഞ്ഞാൽ അവർക്ക് 1000 രൂപ വരെ ടയർ ചിലവാകുമെന്നാണ് അവർ പറയുന്നത്. അതുകൊണ്ട് ഓട്ടം വിളിച്ചാൽ പോലും വരില്ല. കാലുമൊന്നും വയ്യാത്ത ആൾക്കാർ, വയസ്സായവർ പിന്നെ ഈ കല്ലുമൊക്കെ ചവിട്ടി വെച്ചുകൊണ്ടാണ് നടന്നു വരുന്നത്. വളരെ ബുദ്ധിമുട്ടാണ്. ഇത് പരാതിപ്പെട്ടല്ലേ? ഇവിടെയുള്ള ഒട്ടുമിക്ക ആളുകളും പലപ്പോഴായി ഇത് പരാതിപ്പെട്ടതാണ് എന്നുള്ളതാണ്. ഈ പരാതിപ്പെട്ടിട്ട് ചേട്ടാ, ഇപ്പോൾ ചേട്ടൻ ഇവിടെ കട നടത്തുന്ന ആളല്ലേ, ഇപ്പോൾ എത്ര നാളെ ഇവിടെ ഇങ്ങനെ കിടക്കാൻ തുടങ്ങി? 10 വർഷമായി. കാലത്ത് ഒരു മിനി ബസ്, വൈകുന്നേരം ഒരു മിനി ബസ്, 2 ബസ് ഉണ്ടായിരുന്ന റൂട്ടാണ്. ഇന്ന് ഒരു കുഞ്ഞിന് പോലും ഇറങ്ങി നടക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ്. ഇനി പരാതിപ്പെടാൻ ആരുമില്ല. അവിടെ എല്ലായിടത്തും പരാതി പറഞ്ഞു. ആര് കേൾക്കാൻ ആളി എന്ത് ചെയ്യണമെന്ന് അറിയില്ല. ഇനി എന്ത് ചെയ്യണം, ഇനി ആരോടാണ് പരാതി പറയേണ്ടതെന്ന് അറിയില്ല.
നാട്ടുകാരാണ് ഇപ്പൊ കുറെ കുഴിയൊക്കെ അടച്ചിട്ടിരിക്കുന്നത് കണ്ടു. അത് നാട്ടുകാർ തന്നെയാണോ? നാട്ടുകാരെ കൂടി വെച്ചോ കല്ല് കൊണ്ടിട്ട് മണ്ണ് കൊണ്ടിട്ട് എല്ലാം ചെയ്തു നാട്ടുകാരെ കൊണ്ട് കഴിയുന്നതിൻ്റെ അങ്ങ് ഏറ്റവും ചെയ്തു. ഇനി ചെയ്യാനില്ല, നാട്ടുകാരെ കൊണ്ട് പറ്റൂല. ₹1 കോടി അനുവദിച്ച ഫ്ലക്സ് ഒക്കെ ഉണ്ടല്ലോ എന്ന് പറയുന്നു. ഇതിങ്ങനെ ഒരു ബോർഡ് കൊണ്ട് വെച്ചിരിക്കുന്നു, ₹1 കോടി അനുവദിച്ചാൽ ഇത് എവിടെ അനുഭവിച്ചോ എന്തനുഭവിച്ചോ അങ്ങനെ അറിയില്ല. എന്തായാലും റോഷ്നി, ഇത് തന്നെയാണ് ഇവരുടെ ദുരിതം. കഴിഞ്ഞ കുറേ നാളുകളായി ഇത് തന്നെയാണ്, വർഷങ്ങളായി ഇവർ അനുഭവിക്കുന്ന ഒരു ദുരിതമാണ്. അതിന്റെ ഒരു ചെറിയ പോർഷൻ മാത്രമാണ് അവരിപ്പോൾ പറഞ്ഞിരിക്കുന്നത്. കുട്ടികളടക്കം സ്കൂളിൽ പോലും തീർച്ചയായും അശ്വിൻ മനസ്സിലാവുന്നുണ്ട്. അതായത് കോടികൾ മുടക്കിയതിന്റെ ഒരു ഫ്ലക്സ് റോഡരികിൽ വെച്ചാൽ പോരല്ലോ, ലക്ഷങ്ങൾ മുടക്കി ആ കുഴിച്ച കുഴി ഒന്ന് മൂടാനെങ്കിലും ആള് വേണമല്ലോ. അതിന് സർക്കാർ സംവിധാനങ്ങൾ കണ്ണു തുറക്കണമല്ലോ. നോക്കൂ, കൈതപ്പുള്ളിയിൽ നിന്ന് ഒരു ചേട്ടൻ നമ്മുടെ യൂട്യൂബിൽ പ്രതികരിക്കുകയാണ്. തൃശൂർ ജില്ലയിൽ എടത്തിരുത്തി ഗ്രാമപഞ്ചായത്തിൽ 14-ാം വാർഡിൽ കൈതപ്പുള്ളി റോഡ് 2 കൊല്ലമായി പൊളിച്ചിട്ടിട്ട് ഒരു അപകടങ്ങൾ നിരന്തരമായി സംഭവിക്കുന്നു. ഒന്നും റോഡ് ഇതുവരെ മൂടിയിട്ടില്ല എന്നാണ് പറയുന്നത്. തീർച്ചയായും ചേട്ടാ, തൃശ്ശൂരിലെ കാഴ്ചയിലേക്ക് ഞങ്ങൾ എത്താം.